ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എമിനന്റ് PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, ഞാൻ നോക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ വരും മാസങ്ങളിൽ വരാൻ പോവുകയാണ്. ഒന്ന് LSGD സെക്രട്ടറി, രണ്ട് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. രണ്ടും ഡിഗ്രി ക്വാളിഫൈഡ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും സൂപ്പർ ഏതാണ്, ഈ പോസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് എല്ലാവരും തിരക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കാം. നമുക്ക് ഈ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള ശമ്പളത്തിന്റെ വ്യത്യാസം എങ്ങനെയാണ്, ജോബ് ലൊക്കേഷന്റെ വ്യത്യാസം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിനകത്തുള്ള പരീക്ഷാ രീതികളുടെ വ്യത്യാസം എങ്ങനെയാണ്, പ്രായ വ്യത്യാസം എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കണേ, നമുക്ക് ആദ്യമേ പറയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയി പരിശോധിക്കാം. നോക്കണേ, ഇത് കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് ബോർഡിലേക്ക് നോക്കിയേ. അപ്പോൾ ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമേ നോക്കൂ, ശമ്പള സ്കിൽ അല്ലേ. ഏതൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ടും ഏവരും ആദ്യം തിരക്കുന്ന കാര്യം എന്തായിരിക്കും, ശമ്പളമായിരിക്കുമേ. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, ഇത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് വിളിക്കാറുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന പേരിൽ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെയും ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആദ്യ കാര്യങ്ങൾ പറയുന്നു. ഇതിലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. അപ്പൊ ശമ്പളം എന്ന് പറയുന്നത് ഇൻ ഹാൻഡ് സാലറി അറൗണ്ട് 43-44 ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കയ്യിൽ കിട്ടുക അല്ലേ. ആ ഒരു ബേസിൽ നിന്ന് ഒരു 3,000-4,000 വരെ കൂട്ടിയാൽ മതി. അതാണ് അറൗണ്ട് ഇൻ ഹാൻഡ് സാലറി. അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ബേസ് 39,300 മുതൽ 83 വരെ കിട്ടാം. ഇതാണ് ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സാലറി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണേ, ക്ലിയർ നിൽക്കട്ടെ. ഇനി മുന്നോട്ട് പോകുന്നു. രണ്ടാമത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് PSC പോലെ അല്ല. എന്താ ഇവിടുത്തെ പ്രശ്നം പറയുന്നത്, ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50%, അതായത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഡിഗ്രിക്ക് 50% മാർക്ക് എന്ന പക്ക ക്രൈറ്റീരിയ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പറയുന്നുണ്ട്, മറക്കരുത്. ഓക്കെ അല്ലേ. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇതാ നോക്കൂ, ഡിഗ്രി മതി, ഏത് സബ്ജക്റ്റ് ആയാലും മതി, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും പറയുന്നില്ല, ലോ ഡിഗ്രിയും പറയുന്നില്ല. അപ്പൊ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി അവാർഡഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള. അപ്പോൾ ഒന്നെങ്കിൽ ഡിഗ്രിക്ക് കൃത്യമായ 50% മാർക്ക് ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി ഈസ് അവാർഡ് ബൈ യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോ ഡിഗ്രി ഉണ്ടാവണം, അല്ലെങ്കിൽ ലോയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവണം. അതും അല്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രിയിൽ ഒരുപക്ഷെ ലോ ഇല്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലോയോ, ഡിഗ്രിയിൽ ലോയോ ഇല്ലാത്ത, അല്ലെങ്കിൽ ലോയിൽ ഡിഗ്രിയോ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്, ഫോർ എക്സാമ്പിൾ BSc ഫിസിക്സ് ആണ് പഠിച്ചതെന്ന് വിചാരിക്കാം, 50% മാർക്കോടെ പാസ്സായിരിക്കണം. BSc കെമിസ്ട്രി ആണെങ്കിൽ 50% മാർക്ക്. ലോ അല്ലാത്ത മറ്റേതെങ്കിലും വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 50% മാർക്ക് മസ്റ്റാണ്. അതാണ് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോ ആണെങ്കിൽ അവിടെ 50% കണ്ടീഷൻ പറയുന്നുണ്ടോ, ഇല്ല. നോക്കൂ, ഒന്നുകൂടെ വായിച്ചാൽ അല്ലേ. നോക്കൂ, ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി എന്നേ ഉള്ളൂ. അപ്പോൾ ലോ അല്ലാത്ത മറ്റേതെങ്കിലും വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 50% മാർക്ക് മസ്റ്റാണ്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷനെ പറ്റി ഒരു കൃത്യമായ ധാരണ ഉണ്ടാകണം. എന്നിട്ട് മാത്രമേ പഠിച്ചു തുടങ്ങാവൂ. പറഞ്ഞു കിട്ടിയായിരുന്നോ. ലോ അല്ലാത്ത വിഷയമാണെങ്കിൽ 50%. ഇനി ഒരു ഡിസേറബിൾ കണ്ടീഷൻ പറയുന്നുണ്ട്. നോളജ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഡിസേറബിൾ ആണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഡിസേറബിൾ ആണ് എന്നേ ഉള്ളൂ. അത് മസ്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഡിസേറബിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ വ്യക്തമായ ക്വാളിഫിക്കേഷൻ. ചുമ്മാ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതാണ് എടുത്തെടുത്തത് 2-3 പ്രാവശ്യം നിങ്ങൾക്ക് വ്യക്തമാക്കാനാണ് ഞാനത് വായിച്ചിരിക്കുന്നത്. ചുമ്മാ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാർക്കിന്റെ കണ്ടീഷൻസ് ഉണ്ട്. അതും ലോ അല്ലാത്തവർക്കുള്ള മാർക്ക് കണ്ടീഷൻ. ഓക്കെയാണ്. അപ്പൊ അതും വ്യക്തമായി. ഇനി മോഡ് ഓഫ് സെലക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ പരീക്ഷന്റെ അല്ലെങ്കിൽ ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ മോഡ് ഓഫ് സെലക്ഷൻ നോക്കണേ. ദി സെലക്ഷൻ വിൽ ബി ഓൺ ദി ബേസിസ് ഓഫ് OMR ടെസ്റ്റ്. ആദ്യം ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷ ഉണ്ടാകും, അന്ന് തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാകും, ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാകും. PSC പോലല്ല, വ്യത്യാസമുണ്ട് പരീക്ഷയിൽ. നോക്കൂ, ഇത് രണ്ടും ഒരു ദിവസമാണ് കേട്ടോ.
ഇന്നയുടെ ഒരു ദിവസം തന്നെ സൺഡേ ആണ് സാധാരണ എക്സാം നടക്കാറ്. അപ്പോൾ ഒരു സൺഡേയിൽ എക്സാം നിങ്ങളെ നടക്കുകയും ചെയ്യും. സൺഡേയിൽ ആദ്യം ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ ഫോർമാറ്റ് താഴോട്ട് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അന്നേ ദിവസം തന്നെ ഒരു എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ OMR കഴിഞ്ഞാൽ അന്ന് തന്നെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ ആ പേപ്പർ നിങ്ങളുടെ ആ OMR ഷീറ്റ് തിരികെ വാങ്ങുകയും ശേഷം നമുക്കൊരു വെള്ള പേപ്പർ 1-2 വെള്ള പേപ്പറുകൾ എഴുതാനായിട്ട്, ഒന്നല്ല എത്ര വെള്ളം കിട്ടും, വെള്ള പേപ്പറുകൾ എഴുതാൻ, ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ വെള്ള പേപ്പർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസമാണ്. രണ്ട് ദിവസമല്ല, രണ്ടും ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരു ദിവസമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇനി അടുത്ത വായിച്ചു നോക്കിയാലേ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വിൽ ബി 100 മാർക്കിനായിരിക്കും. ശരിയാണ്. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ 60 മാർക്കിനായിരിക്കും. കാരണം അതിന് ഓൺ സെപ്പറേറ്റ് ആൻസർ ഷീറ്റ്, പ്രത്യേകം ആൻസർ ഷീറ്റ് തരും. നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവർ തരും. ഓക്കെയാണ്. അപ്പോൾ നോക്കൂ, ഇമ്മീഡിയറ്റ്ലി അവിടെ പറയുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വിൽ ബി അഡ്മിനിസ്ട്രേറ്റഡ്. അതായത് ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് തരുമെന്ന് അർത്ഥം. അടുത്ത വായിച്ചു നോക്കിയേ, രണ്ടുപേരുടെയും ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്താ ഒബ്ജക്റ്റീവ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയ? ദി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വിത്ത് 75 മിനിറ്റ്സ് ഡ്യൂറേഷൻ കൺസിസ്റ്റ് ഓഫ് 3 സെഷൻസ് മാർക്ക് ഷോൺ അഗെയിൻസ്റ്റ്. ഓരോന്നിന്റെ മാർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന്. അതായത് OMR ടെസ്റ്റ് 75 മിനിറ്റ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. PSCയെ പോലെ 75 മിനിറ്റ് ആണ് OMR പരീക്ഷ ഇവിടെ. ശരിയാണ്, 1.25 മണിക്കൂർ. 3 സെഷനിൽ നിന്നാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തെ സെഷൻ ഏതാ? ഇംഗ്ലീഷാണ് കേട്ടോ, 50 മാർക്കാണ്. അപ്പോൾ ഇംഗ്ലീഷിന് അതിപ്രാധാന്യമുള്ള പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. രണ്ടാമത് ഏതാ? GK ആണ്, 40 മാർക്കാണ്. ആ GKയിൽ എന്തൊക്കെയുണ്ട്? ഫാക്ട് അബൌട്ട് ഇന്ത്യയുണ്ട്, ഫാക്ട് അബൌട്ട് കേരളയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, IT ഉണ്ട്, കറണ്ട് അഫെയർ ഉണ്ട്. അപ്പോൾ PSCയിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻ്റ് ആയ ഒരു പരീക്ഷയാണ്. ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാം. ജനറൽ ഇംഗ്ലീഷ് 50 മാർക്ക്, GK 40 മാർക്ക്. GKയിൽ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതായത് സബ്ജക്റ്റ് ഉള്ള ഒരു ഔട്ട്ലൈൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാക്ട് അബൌട്ട് ഇന്ത്യ, ഫാക്ട് അബൌട്ട് കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ്, IT, കറണ്ട് അഫെയർ ചെറുതായിട്ടേ ഉള്ളൂ അല്ലേ? കാരണം PSC വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടാണ്. PSCയിൽ ഒരു വലിയ സിലബസ് അല്ലേ? PSCയിൽ ഒരു 10-12 പേജോളം വരുന്ന ഡീറ്റെയിൽ സിലബസ് ആണ് PSC കൊടുക്കാറ്. കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്ക്, ഹിസ്റ്ററി എത്ര മാർക്ക്, ജോഗ്രഫി എത്ര മാർക്ക് എന്ന് കൊടുക്കാറുണ്ട്. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു മാത്സ് 10 മാർക്ക്, 90 അല്ലേ ഇവിടെ? മാത്സ് 10 മാർക്കാണ്. ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്ക്. മാത്സ് 10 മാർക്കാണ്. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് അവിടെ വെച്ചൊരു കമ്പാരിസൺ വേണമെങ്കിൽ PSCയിലേക്ക് നമുക്ക് കൊണ്ടുവച്ച് ചെല്ലാൻ കഴിയും. കാരണം PSCയിൽ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് പലപ്പോഴും 20 മാർക്കേ കാണത്തുള്ളൂ. കാരണം നമ്മൾ LSCSന്റെ പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ LSCSയുടെ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ LSCSന്റെ പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് അവിടെ തീർച്ചയായിട്ടും ഒരു 20 മാർക്കേ ഉണ്ടാകത്തുള്ളൂ ഇംഗ്ലീഷ്. അവിടെ GK എന്ന് പറയുന്ന വിഷയം 50 മാർക്കിനെ പ്രിലിംസിന് കാണുള്ളൂ. മെയിൻസിന് വേറൊരു സിലബസ് അവിടെ ഉണ്ട് താനും. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇനി അപ്പം PSCയിൽ നമുക്ക് പ്രിലിംസിലേക്ക്, അതായത് ഇപ്പോൾ LSCS പോലുള്ള പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട്. അത് പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പോൾ പ്രിലിംസിലേക്ക് വരുമ്പോൾ 50 ക്വസ്റ്റ്യൻ GK, 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, 20 ക്വസ്റ്റ്യൻ 50, 20, 20, 10, 50, 20, 20, 10 വരും കേട്ടോ. 50 ക്വസ്റ്റ്യൻ GK. LSCSന്റെ പ്രിലിംസ് ആണേ, LSGDന്റെ പ്രിലിംസ്, LSGD സെക്രട്ടറിന്റെ പ്രിലിംസ്. 50 ക്വസ്റ്റ്യൻ GK, 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, 20 ക്വസ്റ്റ്യൻ മാത്സ് ആൻഡ് റീസണിങ്, 10 ക്വസ്റ്റ്യൻ മലയാളമാണ് അവിടെ വരുന്നത്. സിലബസ് എൻ്റയർലി ഡിഫറെൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല 50 GK എന്ന് പറയുമ്പോൾ കൃത്യമായി സബ് ഡിവിഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ 5, എക്കണോമിക്സ് 5, ഹിസ്റ്ററി 5, ജോഗ്രഫി 5 എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി PSCന്റെ സിലബസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇതാണ് PSCന്റെ സിലബസുമായി ഒരു വ്യത്യാസം നമുക്ക് പറയാനുള്ളത്. ഇനി മാത്സ് നമുക്കിവിടെ 10 മാർക്കേ ഉള്ളൂ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. പക്ഷേ PSCയിലേക്ക് പോകുമ്പോൾ 20 മാർക്ക് പക്ക മാത്സ്, 10 ക്വസ്റ്റ്യൻ റീസണിങ്ങും 10 ക്വസ്റ്റ്യൻ QAയും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 1 മാർക്ക്. ഇവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഓരോ ചോദ്യങ്ങൾക്കും 1 മാർക്കാണ്. ആസ് യൂഷ്വൽ PSCയെ പോലെ PSCക്ക് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. ഇനി മറ്റൊരു വ്യത്യാസം, ഫോർ എവരി ഇൻകറക്റ്റ് ആൻസർ 1/4 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. എന്നാൽ കേരള PSC അനുസരിച്ച് ഒരു നെഗറ്റീവ് മാർക്കിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിലെ നെഗറ്റീവ് മാർക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.25 ആണ്, അതായത് 1/4 ആണ്. അപ്പോൾ KPSC കേരള PSCയിലേക്ക് പോകുന്ന സമയത്ത് എത്രയാണ് വ്യത്യാസം? 0.33 ആണ്. ശരിയല്ലേ? 1/3 ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങൾക്ക് 0.25 മാർക്ക് നഷ്ടപ്പെടും. പക്ഷേ കേരള PSCയിലേക്ക് വരുമ്പോഴോ 0.33, ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.33 മാർക്ക് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ.
ഇവിടെ 0.25 നഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനൊരു വ്യത്യാസമുണ്ട്. ഇനി അടുത്ത പരിപാടി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്. ശ്രദ്ധിക്കണം, LSGD സെക്രട്ടറിക്ക് മെയിൻസിന് എഴുത്തല്ല, പക്ഷേ ഡീറ്റെയിൽ OMR ടെസ്റ്റാണ്, ആധികാരികമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ടെസ്റ്റ് എങ്ങനെ 60 മിനിറ്റാണ്. 60 മിനിറ്റുകളിൽ എന്തൊക്കെയുണ്ട്? 3 ടോപ്പിക്കാണ്. 1 ഏതാ പ്രിസേ, 2 ഏതാ കോംപ്രിഹെൻഷൻ, 3 ഏതാ ഷോർട്ട് എസ്സേ. 3 ആർക്കില്ല? LSTD സെക്രട്ടറിക്ക് ഇല്ല. അപ്പോൾ LSTDക്ക് മെയിൻസ് ഉണ്ട്, പക്ഷേ എഴുത്തു പരീക്ഷയല്ല, പക്ക OMR ടെസ്റ്റ് വിത്ത് എ സ്പെഷ്യലൈസ്ഡ് ടോപ്പിക്കുകൾ കുറേ ഉണ്ട്. റൂറൽ ഡെവലപ്മെൻറ്റും ഗ്രാമീണ വികസനം, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ LSTDയിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇല്ല, പക്ഷേ മെയിൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. അത് ഒറ്റ ദിവസം തന്നെയാണ്. LSTDക്ക് പ്രിലിംസ് ഒരു ദിവസം, മെയിൻസ് മറ്റൊരു ദിവസമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഇൻ്റർവ്യൂ കൃത്യമായിട്ട് 10 മാർക്ക് എന്ന് പറയുന്നുണ്ടല്ലേ? ഇൻ്റർവ്യൂ കൃത്യമായി 10 മാർക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെയും തീർച്ചയായിട്ടും LSTDക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അവസാന ഘട്ടമായിട്ടൊരു ഇൻ്റർവ്യൂ അവിടെയുണ്ട്. ഓക്കെയാണ്. ഇത്രയാണ് നമുക്ക്. ഇനി ഒരൊറ്റ പ്രധാനപ്പെട്ട പോയിന്റ്, ദി മീഡിയം ഓഫ് ദി ടെസ്റ്റ് വിൽ ബി ഇംഗ്ലീഷ്. പരീക്ഷയുടെ പാറ്റേൺ ഇംഗ്ലീഷിലാണ്. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ, മലയാളത്തിലില്ല. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ കേരള PSCയിലേക്ക് വരുമ്പോൾ ചോദ്യപേപ്പറുകൾ ബൈലിംഗ്വലാണ്. മലയാളത്തിലുണ്ട് കേട്ടോ, ഇംഗ്ലീഷിലുമുണ്ട്. ബൈലിംഗ്വലാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ ഇവിടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ എന്ന് മറക്കരുത്. ഓക്കെ അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഫീസ് ഉണ്ട്. 450 രൂപ ഫീസാണ് കഴിഞ്ഞ വർഷം വരെ ഈടാക്കിയത്. ചിലപ്പോൾ ഈ വർഷം അത് കൂടാം, 500-600 പോകാം. അത് അവരുടെ ചോയ്സാണ്. ഓക്കെ അല്ലേ? കൃത്യമായൊരു ഫീസ് പറയുന്നുണ്ട്. കേരള PSCക്ക് അയക്കാൻ ഫീസ് ഇല്ല, PSC അയക്കാൻ ഫ്രീ ആണ്. ഇന്ന് വരെ ഫ്രീ ആണ്. ഇതാണ് നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സിലബസിന്റെ കാര്യങ്ങൾ കിട്ടി. മോഡ് ഓഫ് ഞാൻ ഏജ് പറഞ്ഞില്ലല്ലേ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഏജും കൂടെ സ്പെസിഫൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷം വരെ 36 ആയിരുന്നു. അത് OBCക്ക് 39 എന്ന പാറ്റേണിലേക്ക് പോയി. എന്നാൽ നിലവിൽ നമുക്ക് PSCയിൽ ഞാൻ ഏജ് പറയാൻ കാരണം, കേരള PSCയിലേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. കേരള PSCൻ്റെ ജനറൽ കാറ്റഗറീൻ്റെ ഏജ് LSTD ഉൾപ്പെടെ ഏതൊരു പരീക്ഷൻ്റെ ഏജ് എന്ന് പറയുന്നത്, അതായത് ജനറൽ പരീക്ഷൻ്റെ, ഫോഴ്സ് അല്ലാത്ത ജനറൽ പരീക്ഷൻ്റെ ഏജ് എന്ന് പറയുന്നത് 40 OBCക്ക് 43 ഉയർത്തിയിട്ടുമുണ്ട് താനും. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷം വരെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഏജ് ലിമിറ്റ് 36-39 ആയിരുന്നു. ജനറൽ 36, OBC 39. ഈ വർഷം അങ്ങനെ തന്നെ ആവും. മാറ്റങ്ങളെ പറ്റി ഒന്നും ഹൈക്കോടതി എക്സാമിനേഷൻ വിങ് നമ്മളെ പബ്ലിക്കായി അറിയിച്ചിട്ടില്ല. ഇനി ഇതേ സമയം നമുക്ക് PSCയിലേക്ക് വരുമ്പോൾ 40-43 കാരണം അതേ ഏജാണ് എനിക്ക് LSTD പരീക്ഷയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് നമുക്ക് കടക്കാം LSTD. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ പറ്റി ഒരു പൊതുധാരണയായിട്ടുണ്ടല്ലോ, ഓക്കെയാണ്. പിന്നെ ജോബ് ലൊക്കേഷൻ. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കേസിൽ ജോബ് ലൊക്കേഷൻ 2 സ്ഥലങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്ന് എറണാകുളം, അതാണ് ഒരു 95% എറണാകുളത്താണ് വരാറ്. പിന്നെ ഒരു 5% വേണമെങ്കിൽ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ ലൈസൺ ഓഫീസറായിട്ട് കിട്ടാറുണ്ട്. ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ലൈസൺ ഓഫീസർ എന്നൊരു പോസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു 95%, 100% എറണാകുളമാണെന്ന് പറയാൻ കഴിയില്ല. ഒരു 95% എറണാകുളമാണ് അതിൻ്റെ പോസ്റ്റ്. കാരണം ഒരേ ഒരു ഹൈക്കോടതി മാത്രമേ ഉള്ളൂ, എറണാകുളത്താണ് ഇതിൻ്റെ പോസ്റ്റിങ്. പക്ഷേ ഒരു 5% നമുക്ക് വേണമെങ്കിൽ ട്രിവാൻഡ്രം, അത് 1-2 പേർക്കേ അങ്ങനെ വരുള്ളൂ. 5% ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ ലൈസൺ ഓഫീസറായിട്ട് ഈ പോസ്റ്റുകളിലേക്ക് വിന്യസിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ അവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എറണാകുളം വെച്ച് ആലോചിച്ചാൽ മതി. പ്ലാൻ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം വെച്ച് പ്ലാൻ ചെയ്യരുത്, എറണാകുളം വെച്ച് പ്ലാൻ ചെയ്താൽ മതി. കാരണം ലൈഫ് ലോങ് എറണാകുളമാണെന്ന് കരുതി തന്നെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്ത നമുക്ക് പറയേണ്ടത് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് LSGD എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്രട്ടറി ഓഫ് ലോക്കൽ സെൽഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 51,400 മുതൽ 1,10,300 വരെയാണ് ശമ്പള സ്കെയില്. അപ്പോൾ അത് ഗസറ്റഡ് പോസ്റ്റാണ്. നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബേസ് 39,400 ആയിരുന്നെങ്കിൽ ഇവിടെ 51 ബേസിൽ തന്നെ 12 രൂപ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? 12.5 ബേസിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ബേസിൽ തന്നെ ഏകദേശം 12 രൂപ അടുപ്പിച്ച് 12.5 അല്ലേ? അത്ര അവിടെ 39,400 അല്ലായിരുന്നു, ഇപ്പോൾ ഇവിടെ 51,400 അപ്പോൾ ഏകദേശം 12 രൂപ ബേസിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഗസറ്റഡ് പോസ്റ്റാണ്, അതാണ് മറ്റൊരു നേട്ടം. ഓക്കെ അല്ലേ? പിന്നെ മറ്റൊരു നേട്ടം, നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 40 അല്ലേ? അവിടെ 36 ആയിരുന്നു, ഇവിടെ ജനറൽ 40, OBC 43 ഏജ് ലിമിറ്റ്.
പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇവിടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നോ മാർക്ക് ലിമിറ്റ് സ്പെസിഫിക്കേഷൻ ഹിയർ. ശ്രദ്ധിക്കണേ, LSTD പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഡിഗ്രിക്ക് 50% മാർക്ക് വേണമെന്ന് പറയുന്നില്ല. പാസ് ജസ്റ്റ് പാസ്സായി കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ ഹൈക്കോർട്ട് ടെസ്റ്റിന് പരീക്ഷയ്ക്ക് പറയുന്ന പോലെ ലോ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് വേണമെന്ന് പറയുന്നില്ല. ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ലോ ഉള്ളവർക്ക് മാർക്ക് സ്റ്റിപ്പുലേഷനോ മാർക്കിൻ്റെ ലിമിറ്റേഷനോ ഇല്ല. പക്ഷേ ലോ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായി പറയുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനൊരു കണ്ടീഷൻ ഇല്ല അല്ലേ, മാർക്കിന് ക്രൈറ്റീരിയ ഒന്നുമില്ല, ജസ്റ്റ് പാസ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഏജ് ലിമിറ്റ് ഇത് പഴയ നോട്ടിഫിക്കേഷനാണ്. കാരണം PSCൻ്റെ പുതിയ ഏജ് ലിമിറ്റ്, പുതിയ ഏജ് റിലാക്സേഷൻ വരുന്നതിന് മുന്നേ ഉള്ള നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ 36 എന്ന് കിടക്കുന്നത്. ഇത് 18 to 36 അല്ല കേട്ടോ, മാറ്റിയിട്ടുണ്ട്, 18 to 40 ആക്കിയിട്ടുണ്ട്. ജനറലിന് OBCക്ക് 43 പോയിരിക്കും കേട്ടോ. ശരി, അപ്പോൾ ഇവിടെ ജസ്റ്റ് പാസ്സാണ് ഡിഗ്രിക്ക്. അപ്പോൾ 2 ഡിഗ്രി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതിനൊപ്പം തന്നെ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം, ഹൈക്കോർട്ട് ടെസ്റ്റിന് ഏജിന് കൃത്യമായി, ഡിഗ്രിക്ക് കൃത്യമായ ഒരു ലിമിറ്റേഷൻ മാർക്ക് 50% മാർക്ക് മസ്റ്റാണ്. ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ് ഓർ യുവർ എക്സാം വിൽ ബി ക്യാൻസൽഡ്. മസ്റ്റാണ്. ഇനി ഇവിടെ ജസ്റ്റ് പാസ്സാണ് അല്ലേ പറഞ്ഞത്? അതെ, നമ്മൾ LSTDക്ക് ജസ്റ്റ് പാസ്സാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷാ പാറ്റേൺ, എക്സാം പാറ്റേണിൽ വ്യത്യാസമുണ്ട്, ജോബ് ലൊക്കേഷനും വ്യത്യാസമുണ്ട്. ജോബ് ലൊക്കേഷൻ ഓൾ കേരളയാണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാം അല്ലേ, കേരളത്തിൽ എവിടെ വേണമെങ്കിലും വരാം, കേരളത്തിൽ ഏത് പഞ്ചായത്തിൽ വേണമെങ്കിലും വരാം, ഓൾ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളെ പോസ്റ്റ് ചെയ്യാം. അവിടെ എങ്ങനെ കൃത്യമായി എറണാകുളമോ തിരുവനന്തപുരമോ ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. എക്സാം പാറ്റേണിലൊരു കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഫീസ് ഇല്ല എന്ന് പറഞ്ഞല്ലോ, പരീക്ഷാ ഫീസ് ഇല്ല. അതുപോലെ തന്നെ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇല്ല. പക്ഷേ എക്സാം പാറ്റേണിൽ വ്യത്യാസമുണ്ട്. എന്താ പാറ്റേണിലെ വ്യത്യാസം എന്ന് പറയുന്നത്? നോക്കണേ, ഇവിടെ പാറ്റേണിലെ വ്യത്യാസം, ഇവിടെ കൃത്യമായിട്ടൊരു പ്രിലിംസ് ഉണ്ട്, ശേഷം കൃത്യമായിട്ടൊരു മെയിൻസ് ഉണ്ട്, 2 ദിവസമാണ്, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പ്രിലിംസ് പാസ്സാവുന്നവർക്ക് മാത്രമേ മെയിൻസ് ഉള്ളൂ. ശേഷം എന്താണ്, കൃത്യമായിട്ടൊരു ഇൻ്റർവ്യൂയും കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഒറ്റ ഒരു പ്രകട ദൃഷ്ടിയാൽ പറയേണ്ട ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു LSTD സെക്രട്ടറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മറന്നുപോലെ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ LSTD ആൻഡ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഈ വ്യത്യാസങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാവേ. പ്രത്യേകിച്ച് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെന്ന് പറയുമ്പോഴേ ചാടി വീഴരുത്. കാരണം 2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ, അതാണ് എടുത്തു പറയേണ്ട പോലും, 2 ഡിഗ്രിയാണ്. പക്ഷേ ഒന്ന് ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ഡിഗ്രിയിൽ കൃത്യമായൊരു മാർക്ക് ലിമിറ്റേഷൻ 50% ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ LSTDക്ക് അങ്ങോട്ടൊരു കണ്ടീഷൻ ഇല്ല പാനും. ഓക്കെ അല്ലേ? അപ്പം ഇതിലാദ്യം വരുന്ന വിജ്ഞാപനം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആയിരിക്കും. അതിനുശേഷം ഒരു ഡിസംബർ ആകുമ്പോഴേ, ഇപ്പോൾ ഒരു നവംബർ, അതായത് ഒരു ഒക്ടോബറിനുള്ളിൽ തന്നെ എന്ത് വരും, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് വരും. പക്ഷേ നമ്മുടെ ഈ ഒരു LSTD ഡിസംബറിലേ വരത്തുള്ളൂ. റാങ്ക് ലിസ്റ്റ് ഓൾറെഡി ഉണ്ട്, അത് ഡിസംബറിലേ വരുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങോട്ട് വ്യത്യാസം പൊതുവെ ഇവിടെ കാണാൻ കഴിയും. 2 ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടക്കാൻ പോകുന്ന 2 എക്സാം, വരാൻ പോകുന്ന 2 നോട്ടിഫിക്കേഷൻ, ഇത് കൃത്യമായി നോക്കി ഇതിൻ്റെ വ്യത്യാസങ്ങൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കണേ. ഈ വ്യത്യാസങ്ങൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം. നിലവിൽ നമ്മുടെ എമിനന്റ് PSC യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ പറയാം. നിലവിൽ ചെയ്യേണ്ട കാര്യം വീഡിയോ കൃത്യമായിട്ട് കണ്ടു നോക്കാം. എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പമോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് LSTD ബാച്ചുകളുണ്ട്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് LSTD ബാച്ചുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൃത്യമായ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാ ഡൗട്ടുകളും കൃത്യമായി റിപ്ലൈ കിട്ടിയിരിക്കും. ഓക്കെ അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.